ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിന്റെ തലവാക്യം വായിച്ചു കേൾപ്പിക്കാം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സമയം പൂർത്തിയായി. The time has come, or it is already time. നമ്മളെ വല്ലാത്ത 3-ാം മണി അടിച്ചു, പള്ളിയിൽ 3-ാം മണി അടിച്ചു. കുർബാനയ്ക്ക് ഒരു 3-ാം മണിയുടെ സ്വരം, അല്ലെ ഫൈനൽ കോൾ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുക, ഫൈനൽ കോൾ. അതിനൂടെ കേട്ടില്ലെങ്കിൽ നിന്റെ കാര്യം പോകാം. നീ അവിടെ ഇരുന്ന് പോകും, നീ കൊച്ചിയിൽ തന്നെ ഇരിക്കും. അമേരിക്കയിൽ പോകേണ്ട നീ കൊച്ചിയിൽ തന്നെ ഇരിക്കും. യൂറോപ്പിൽ പോകേണ്ട നീ അവിടെ അവസാനം ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും. സമയമായിരിക്കുന്നു, സമയം പൂർത്തിയായി. hour has come. ഒരു വലിയ ഒരു ആത്മീയ രഹസ്യം ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു വെളിച്ചം. കഴിഞ്ഞ ദിവസം ഒരു മകൻ കല്യാണം കഴിച്ച് മര്യാദ ജീവിക്കുന്ന അടിച്ച് പിരിഞ്ഞ് വിവാഹമോചനത്തിന് പേപ്പറും കിട്ടിയിട്ട് വന്ന് നിൽക്കുക. ആ വന്ന പടത്ര സ്മൂത്ത് അല്ലാത്ത രീതി ഞാൻ അവനോട് വർത്താനം പറയുക. ഇവൻ ആവർത്തിച്ച് എന്നോട് പറയുന്നൊരു വാക്യോട്, അച്ചോ എൻ്റെ തെറ്റാച്ചോ, എനിക്ക് തെറ്റി, എനിക്ക് വീഴ്ചയുണ്ട്, എൻ്റെ പോരായ്മയുണ്ട്, ഞാൻ നോക്കേണ്ടതായിരുന്നു, ഞാൻ വിചാരിക്കേണ്ടതായിരുന്നു. ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ മോനെ അതൊക്കെ നിൻ്റെ ന്യായങ്ങൾ. പക്ഷെ എനിക്കതിനകത്ത് വലിയ ന്യായമൊന്നുമില്ല. പറയുന്നതാണ്, ഭാര്യ പറഞ്ഞു അവൻ സ്നേഹിക്കുന്നില്ല, അവൻ കരുതുന്നില്ല, അമ്മ പറയുന്നത് കേട്ടാണ് അവൻ്റെ ജീവിതം. ചില കല്യാണം കഴിക്കാൻ പാടില്ലാത്തവന്മാരുണ്ട്, അമ്മ പറയുന്നത് കേട്ട് ജീവിക്കുന്ന. ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ ഞാൻ അവിശ്വസത അമ്മ പറഞ്ഞ് കിടക്കുന്ന ജീവിക്കുന്നതിൻ്റെ കാര്യം പോക്കാം. അവൾ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ശിവ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിൻ്റെ ഭാഗത്ത് ഒരു ന്യായം എനിക്ക് കാണാനില്ല. അവൻ എന്നോട് ചോദിച്ചു വെച്ചാൽ ഞാൻ ഒറ്റ മോനാ, ശരിയാ, നീ അപ്പനെ അമ്മയൊക്കെ നോക്കണം, പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് മുകളിൽ നിന്റെ അപ്പനും അമ്മയും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പനും അമ്മയും മക്കളുടെ കുടുംബ ജീവിതത്തിലേക്കും അധികം ഇടപെടാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേട്ടോ. അവർ ജീവിക്കട്ടെ, അവർ ജീവിച്ചോളൂ. അറിയാമല്ലോ, കല്യാണം കഴിപ്പിച്ച് വിട്ടല്ലേ, കുറവുള്ളതിന് ആ കൃപ കൊടുത്തു, വിവാഹമെന്ന കൂതാശിൽ. പിന്നെ അതിനകത്ത് എത്തിയും വലിഞ്ഞൊക്കെ വഴിതെറ്റുന്നുണ്ട്, ഇടപെടണം, പേരൻ്റൽ, അത് മാത്രമേ കാണുള്ളൂ. ഇപ്പോഴും പോസസീവായിട്ട് പുറകെ നടന്നേക്കല്ല. എൻ്റെ മോൻ എന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ പോയേക്കില്ല. കാരണം നിങ്ങൾ ആ കുടുംബം തകർക്കും. മോനോടുള്ള സ്നേഹമില്ല, കുടുംബത്തെ തകർക്കാൻ പോകും നിങ്ങൾ. അതാ ആ മകളോടുള്ള വെറുപ്പൊക്കെ ആയിട്ട് ഞാൻ ജീവിത കൗൺസിലിംഗ് കാണുന്ന കാര്യമാണ്. ഞാനിതൊക്കെ പറയുമ്പോഴത്തേന് ഈ പയ്യനിരുന്ന് എന്നോട് പറയുന്നുണ്ട്, ശരിയാച്ചോ, ശ്രദ്ധിച്ചില്ല. ഇവരെന്നാ പറഞ്ഞാലും അമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, അമ്മ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്. അമ്മമാരെ ആരും കുറ്റം പറയുന്നൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇതിനെപ്പറ്റി നല്ല ബോധ്യം. ചില വീടുകളിൽ അടിയുണ്ടാകുന്ന കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളെ പിടിച്ച് തല്ലുമ്പോൾ വല്യപ്പനും വല്യമ്മയും കൂടെ ഇടപെടാം. അത് നിങ്ങളുടെ കാര്യം, അവരുടെ മക്കൾ അവരിടപെട്ടുള്ളൂ. അന്ന് ഇവരുടെ പൊതിരെ തല്ലിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് പേരക്കിടാങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം കിടന്ന് ഇടപെട്ട വീട്ടിൽ വഴക്കാം. പിന്നെ എന്തിനാ വരെ നിസ്സാര കാര്യം, പിന്നെ അതിന് പിന്നെ അകൽച്ച, നീ എന്തിനാ തല്ലിയത്, വഴക്കായി. ദൈവങ്ങളെ ജീവിതത്തെ അംഗീകരിച്ച് നമുക്ക് കൊടുക്കാം. അല്പം കൂടെ ഒക്കെ ഓപ്പണായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ നയിക്കുക, മക്കളുടെ ജീവൻ നയിക്കട്ടെ. പക്ഷെ നീ കല്യാണം കഴിച്ചത് അമ്മ പറയുന്ന കേട്ട് ജീവിക്കാനൊന്നുമില്ല, അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. അതേപോലെ ഒരു കുടുംബമാണ് തകർന്നിരിക്കുന്നത്. ഇതാ ഡിവോഴ്സ് നോട്ടീസുമായിട്ടാ പയ്യൻ വന്നേക്കുന്നത്. പേടിച്ചു നിൽക്കുക അവൻ. ഞാൻ പറഞ്ഞു, നീ വക്കീലുമായിട്ട് സംസാരിക്കുക, നിന്റെ കാര്യങ്ങൾ ബോധമുള്ള ആളാണല്ലോ വക്കീൽ. നമ്മൾ ജീവിതത്തെ അങ്ങനെ ചുമ്മാ നിസ്സാരമൊക്കെ നമ്മൾ കാണരുത്. ആ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നെന്ന് പറഞ്ഞേ ഒരു നഷ്ടവും വരാനില്ല. ഞാൻ അവനോട് പറഞ്ഞാ വെച്ചാൽ നീ രക്ഷപ്പെടും. ഇതൊന്നും വിവാഹമോചനത്തിലെത്താനുള്ള ഇതൊന്നുമല്ല. കാരണം അവൾ ഒറ്റപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് വേറെ പ്രോബ്ലം, അതൊന്നും പറയാൻ സമയമില്ലല്ലോ. അവള് കണ്ണടച്ച് ഇവനെ അങ്ങ് സ്നേഹിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഇവൻ കണ്ണും അടച്ച് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക. ഒന്നിൻ്റെ അകത്തും തെറ്റുകളില്ല, പക്ഷെ എല്ലാം ശരിയുമല്ല. ഓരോന്നിനും ഓരോ രീതികളില്ലേ. എല്ലാ തെറ്റല്ലാത്തതും നമുക്ക് സ്വീകരിക്കാനൊന്നും പറ്റത്തില്ല.
അതുപോലെ കർത്താവിൻ്റെ അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. കാരണം ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഏത് ജീവിതം നിങ്ങളുടെ കുടുംബം ഒരു ദൈവരാജ്യത്തിൻ്റെ വാതിൽപ്പടിയിലല്ല നിൽക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇനി വചനം കേൾക്കും. എന്തു പറ്റിയെന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം വേറൊരു, ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ, ഒരു കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നത് PhD ഉള്ള ഒരു പ്രൊഫസർ അദ്ദേഹം വാസ്തവത്തില്ല. എന്നോട് ദേഷ്യം തോന്നല്ല കേട്ടോ. ഭാര്യയെ അടിച്ച് കണ്ണ് കലക്കിയിട്ടേക്കുക. 1 മാസം മുമ്പ് അടിച്ച കണ്ണിലെ കലങ്ങി കറുത്ത് കിടക്കുന്ന ഇന്നും കാണാം. അവളൊരു കണ്ണ് പുറത്തോട്ട് വന്നു. അവളൊരു മാലാകപ്പെണ്ണായതുകൊണ്ട് അവൾ വന്ന് സാരമില്ല വെച്ചു, അത് കുഴപ്പമൊന്നുമില്ല. ദേഷ്യം അൺകൺട്രോളബിൾ ആയപ്പോൾ വന്നതാണ്. അവനും പറഞ്ഞു എൻ്റെ തെറ്റാച്ചോ, വിചാരിച്ചുകൊണ്ടൊന്നും വലിയതല്ല, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാഞ്ഞപ്പോൾ സംഭവിച്ചു പോയതാണ്. മക്കളെ, ഈ ഞായറാഴ്ച ഒരു ഉയർപ്പിൻ്റെ ഞായറാഴ്ചയല്ലേ? ഓരോ ഞായറാഴ്ച ഉയർപ്പിൻ്റെതാണ്. സ്വർഗരാജ്യം തിരിച്ചു പിടിക്കാം. എല്ലാവർക്കും ഉള്ള സ്വർഗരാജ്യം. ഈ വചനം കേട്ടോട് ഈ വ്യക്തി അച്ഛനോ കന്യാസ്ത്രീയോ ഭർത്താവോ ഭാര്യയോ മക്കളോ യുവാവോ യുവതിയോ ആരും ആയിക്കട്ടെ, നിന്റെ അവകാശ സ്വർഗരാജ്യം. നിന്റെ ജീവിതത്തെ ഒരു സ്വർഗരാജ്യമാക്കി മാറ്റാൻ സുവിശേഷത കർത്താവ് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ. ഒറ്റ വാക്കേ ഉള്ളൂ, സ്നേഹം. കർത്താവ് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, സ്നേഹം. അത് മാക്സിമം ജീവിക്കാനായിട്ട് പറ്റുമോ? നമ്മൾ സുവിശേഷത്തിൽ കാണുക, ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവ വാസ്തവത്തിൽ ഒന്നാമത്തെ നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നത് അന്ത്രയോസും പത്രോസും അവർ പറയുന്ന വാക്യം മർക്കോസ് എഴുതുകയാണ്. അവ മീൻപിടുത്തക്കാരായി അവർ കടലിൽ വലയെറിയുകയായിരുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കും. വല വീശിക്കൊണ്ട് നിൽക്കുന്ന 2 പേരെ വിളിക്കുന്നത്. ദൈവരാജ്യ അനുഭവം. ഇത്രയും നാൾ മീൻ വിറ്റ് നടന്നൊരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിന് ഒരു ഉണർവോ ഉന്മേഷമോ ഇല്ലാതിരിക്കും. കർത്താവ് വിളിക്കുമ്പോൾ ഉടനെ അവർ അവനെ അനുഗമിച്ചു എന്ന തിരുവചനം. ഉടനെ വലയും ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചും കൂടി ദൂരോട്ട് പോയപ്പോൾ സെബദീ കുടുംബമാണ്. ഇച്ചിരി കൂടി തീക്ഷ്ണതയും തീവ്രതയൊക്കെ ഉള്ളൊരു കുടുംബക്കാരാണ്. നല്ല വാർത്തനക്കാരൊക്കെയാണ്. അറിയാമല്ലോ, യാക്കോബ് അല പൊട്ടിത്തെറിക്കുന്ന മനുഷ്യനാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആള്. യോഹന്നാനോ സ്നേഹിക്കാൻ അറിയാവുന്നവൻ. അങ്ങോട്ട് വന്ന് അപ്പൻ്റെ കൂടി സെബദിയുടെ കൂടി ഇരിക്കുക, 2 മക്കളും കൂടെ വലം നന്നാക്കുക. ഇന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, വീട്ടിൽ ഇച്ചിരി പട്ടിണിയായിരിക്കും, നാളെ പോകുമ്പോൾ കിട്ടണം. പദ്ധതി ഒരുക്കിയിരിക്കുമ്പോഴാണ് തമ്പുരാൻ കർത്താവ് അടുത്തോട് വിളിച്ചു, എന്നെ അനുഗമിക്കുക. വചനം പറയുന്നത് ഉടനെ പിതാവായ സെബദീവ്. നമ്മളൊരു യോഹന്നാൻ മീൻ പിടിച്ച് നടന്നിരുന്നെങ്കിൽ ആ ഗലീലിക്കടലിന്റെ തീരത്ത് അവിടെ അടങ്ങിപ്പോയതേ യോഹന്നാൻ. പക്ഷെ ഇതാ ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ ദൈവരാജ്യത്തിന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ലോകമുള്ളത്രയും കാലം, ഈ ഭൂമിയിൽ മനുഷ്യകുലമുള്ളത്രയും കാലം ഈ യോഹന്നാനെ പറ്റി പറയാതിരിക്കും. കാരണം ക്രിസ്തു സ്നേഹിച്ചത് ശിഷ്യനെന്ന് വിളിച്ചു പറഞ്ഞ് നടന്ന ഒരു ഭ്രാന്തൻ യോഹന്നാൻ. വെളിപാടിന്റെ പുസ്തകത്തിൽ സ്വർഗം തുറക്കുന്നത് കണ്ട യോഹന്നാൻ. നമ്മൾ നിന്റെ ജീവിതത്തിൽ സ്വർഗരാജ്യ അനുഭവമുണ്ട്. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നേടുന്നതല്ല, സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് നേടുന്നത് നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യം. ആദ്യ വായന യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിനിവേക്കാരുടെ കഥയാണ്. യോനാ പറഞ്ഞു, അവന്മാരുടെ അടുത്തോട്ടൊന്നും പോയി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ നശിപ്പിക്കുന്നു വിളിച്ചോ, അവസാനം നീ നന്നാക്കുകയും ചെയ്യും, നീ രക്ഷിക്കുകയും ചെയ്യും, ഞാൻ പോകത്തില്ല. നമുക്ക് യോനയുടെ സംഭവം 3-ാം അധ്യായം ഇപ്പം വായിക്കുന്നത്. കർത്താവ് ഒരിക്കൽ കൂടി യോനായോട് പറഞ്ഞു. യോനാ പോയി 3 ദിവസം നടക്കണം നഗരം. 1-ാം ദിവസം വേണ്ടിയില്ല, 2-ാം ദിവസം അല്പം സ്വരം താഴ്ത്തിയാണല്ലോ പറഞ്ഞുകൊണ്ട് നടന്നു. നശിപ്പിക്കാൻ പോവുക കേട്ടോ, നിനിവേ നശിപ്പിക്കാൻ പോവുക. 3 ദിവസത്തിനകം അത് നശിപ്പിക്കും. ദൈവങ്ങളെ 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും. നിനിവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഒരു രാജ്യം മുഴുവൻ, ഒരു ദേശം മുഴുവൻ ദൈവരാജ്യം സ്വീകരിക്കണം. ദൈവങ്ങളെ ഇടവകകൾ ഇന്ന് ദൈവരാജ്യം സ്വീകരിക്കണം. കുടുംബങ്ങൾ ഇന്ന് ദൈവരാജ്യം സ്വീകരിക്കണം. ദൈവത്തെങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവ്, ഒരു മാനസാന്തരം, ദൈവത്തിന് നിരക്കാത്തത് ജീവിതത്തിൽ നീക്കികളയുന്ന അനുഭവം. സങ്കീർത്തനം 25, കർത്താവേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണം. ഐ ആം ദ വേ, ഞാനാണ് വഴിയെന്ന് പറഞ്ഞ കർത്താവേ എന്നെ നടക്കാൻ പഠിപ്പിക്കണത്. കൊച്ചു കുഞ്ഞ് പറയുന്നത് പോലെ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. അങ്ങ് എനിക്ക് പാപികൾക്ക് അങ്ങ് നേർവഴി കാട്ടുന്ന പോലെ, അങ്ങ് വിനീതരെ വഴി പഠിപ്പിക്കുന്നത് പോലെ, എളിയവരെ നീതിമാർഗ്ഗത്തിൽ നയിക്കുന്നത് പോലെ എന്നെ നയിക്കണമേ. പൗലോസ് കൊറിന്തോസ് ലേഖനം 1 കൊറിന്തോസ് 7:29 മുതൽ പറഞ്ഞ അല്പം കട്ടി കൂട്ടി പൗലോസ് പറയുകയാണ്. സമയം പരിമിതമാകട്ടോ, സമയം തീർന്നു, പരീക്ഷ തീരെ 5 മിനിറ്റും കൊണ്ടുള്ള സമയമാണ്. പറയുന്നത് ശ്രദ്ധ, ഞാൻ വായിച്ച ഒന്നും വ്യാഖ്യാനം വേണം. ഇനിമേൽ ഭാര്യയുള്ളവർ ഭാര്യയില്ലാത്തവരെ പോലെ ജീവിക്കട്ടെ, വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും, ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും,
വാങ്ങുന്നവർ ഒന്നുമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. മക്കളെ, ഒരു പുതിയ ഒരുക്കത്തിന്, ദൈവരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് കൊടുക്കുന്ന ഒരു വില, അത് നിന്റെ ആത്മാവിൽ പടരുന്ന ദൈവരാജ്യ അനുഭവമായിരിക്കും. ഓ കർത്താവേ, വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകരാജ്യവും ദുരിതരാജ്യവും പിശാചിൻ്റെ രാജ്യവും ഒക്കെ ആയിട്ട് കഷ്ടതയിലും കണ്ണീരിലും കലഹത്തിലും വിഷമത്തിലും പ്രയാസത്തിലും നിരാശയിലും ആകുലതയിലും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കർത്താവേ, സ്വർഗരാജ്യത്തിൻ്റെ പ്രകാശം, സ്വർഗരാജ്യത്തിൻ്റെ സൗരഭ്യം, സ്വർഗരാജ്യത്തിൻ്റെ സൗന്ദര്യം, സ്വർഗരാജ്യത്തിൻ്റെ ആനന്ദം, സ്വർഗരാജ്യത്തിൻ്റെ മാധുര്യം നിന്റെ മക്കൾക്ക് നൽകണമേ. എല്ലാ കുടുംബങ്ങളോട് കരുണയാണ് ഈശോ. സ്വർഗരാജ്യ അനുഭവം എല്ലാ ജീവിതങ്ങൾക്കും സ്വർഗരാജ്യ അനുഭവം. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, വിഷമിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുണ്യവാനേ, സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ